കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. ആ ഉണ്ണിക്കണ്ണൻ ഏതൊക്കെ വേഷം എടുക്കുക എന്നറിയില്ല, ഏതൊക്കെ രൂപത്തിലാണ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്, നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ ഓരോരോ രൂപം കാണിച്ചു തന്ന് ആ ഭഗവത് ചൈതന്യം നമ്മളിലേക്ക് എത്താൻ, നമുക്ക് അത് ആഹ്ലാദകരമാക്കാൻ, എത്രത്തോളം നമുക്ക് വിഷമമുണ്ടോ അത്രത്തോളം നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ആ ഭഗവാൻ ഓരോരോ ആ വേഷത്തിലിങ്ങനെ ആടിത്തിമർക്കുകയാണ് നമുക്ക് മുന്നിലേ, നമ്മളെ കാത്ത് രക്ഷിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ വന്ന് നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. നല്ല ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള ആ ഭക്തയുടെ അടുത്തൊന്ന് വന്ന് ആ ഭക്തയെ ഒന്ന് സ്മരിച്ച് അങ്ങനെ നമ്മളൊന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ആ ഗരുഡനെ കാണാം, വെങ്കല ശില്പം. അതുപോലെ മറ്റൊരു ഭക്തനായ ആ കുചേലനെയും സുധാമാവിനെ കണ്ട് അങ്ങനെ നമുക്ക് വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയൊക്കെ അവിടെ കൈക്കൊള്ളും. അങ്ങനെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് മുന്നിൽ ആ വലിയ, അതായത് കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഒക്കെ കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിച്ച് അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവി, അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. അതൊക്കെ കണ്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക മനസ്സിൽ. അതുപോലെ വലത് വശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കിയിട്ട് ഒന്ന് മനസ്സിൽ സ്മരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണാം. ആ പ്രകാശത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭാലങ്കാരം, ഉണ്ണിയുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടിട്ട് അതിങ്ങനെ കണ്ട് മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിലിങ്ങനെ അരമണി കാണാണ്ട് കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല കാണാണ്ട്, പതക്കം പോലത്തെ മാല, മാങ്ങാ മാലയൊക്കെ അണിഞ്ഞിട്ട് നല്ല രസമായിട്ടാണ് കാണാനുള്ളത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലത്തെ കയ്യിൽ വെണ്ണുരുളുണ്ട്, ഇടത്തെ കയ്യിൽ തൻ്റെ ആ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെണ്ണക്കണ്ണനാ ഓടക്കുഴലും വെണ്ണയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്ത് രസമായിട്ടാണ് ചിരിച്ചും കൊണ്ട് നിൽക്കുക. ആരൊക്കെയാണ് ഞാൻ തരേണ്ടത്, എൻ്റെ കയ്യിൽ വെണ്ണൂരിലുണ്ട്, അതോ ഞാൻ പാട്ട് കേൾപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ സങ്കടങ്ങളെയൊക്കെ അങ്ങനെ എല്ലാം ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ആ ഒരു കാഴ്ച. അപ്പം അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ മുഖത്ത് ആ ഒരു പ്രസന്നത, ആ പുഞ്ചിരി, എല്ലാം ഞാനാകുന്നു എന്ന് പറയുന്ന ആ പുഞ്ചിരി കാണാണ്ട്. അങ്ങനെ മുകളിലത്തെ ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ 2 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കിരീടം, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാലകൾ 2 ഉണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാല ആണെങ്കിലോ 2 ഉണ്ട്. അതും എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ്, തെച്ചി, തുളസി അതേപോലെ തന്നെ നല്ല കട്ടിയിൽ കാണാണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുകളിൽ വിധാനമായിട്ട് കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ തുളസിമാലകൾ 4-5 ഉണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണൻ. അപ്പോൾ നമ്മളെ അത് കണ്ടാൽ തന്നെ, ആ ഉണ്ണിയെ കണ്ടാൽ തന്നെ നമ്മുടെ എല്ലാ വിഷമവും മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. ആ മനസ്സ് അവിടെ എത്തുക, ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ എത്തുക, ആ ഉണ്ണിക്കണ്ണനെ കാണുക, മനസ്സുകൊണ്ട് എല്ലാം പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാതും നമുക്ക് അനുഗ്രഹം കിട്ടും. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങിയ നേരെ ആ തിടപ്പള്ളിയും അതേപോലെ അഗ്നികോണിലുള്ള ബലിക്കല്ലും ആ അലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്ന സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക്, ഗണേശൻ്റെ അടുത്തേക്ക് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ആരാധിക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് നേരെ ആ മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ നമ്മൾ നേരെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹം നമ്മളെ അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണാം. അതും കണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നും കാണാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് മുരുകനെയും കണ്ട് തൊഴാം. തൈപ്പൂയ ആവാരായി. അപ്പം മുരുകനൊക്കെ വളരെ സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് പിന്നീട് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും ആലിലക്കണ്ണനെയും അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അവിടെ നിന്ന് ഇങ്ങനെ നേരെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ തിളങ്ങണ കാണാൻ വെയിലല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നൃത്താറിയും മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും ഉണ്ണീനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി നേരെ നമ്മൾ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ എത്തിയിട്ട് അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ താലപ്പൊലിയായി, ദേവസ്വം താലപ്പൊലിയായി. അപ്പോൾ അമ്മയും നല്ല ഉത്സാഹവതിയായിട്ട് സന്തോഷവതിയായിട്ടാണ്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ കോർണറിലെത്തിയാൽ തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച പോലെയാവും. അതൊന്ന് പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പോന്നാൽ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഉണ്ണിയെ കാണാം. ആ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണി ഇങ്ങനെ ആ വെണ്ണക്കണ്ണൻ നിന്ന് നിൽക്കുകയാണ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ അതൊന്നും കൂടി കണ്ട് തൊഴുത് നമ്മൾ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്ത് നേരെ പടിഞ്ഞാറ് നടയിലുള്ള ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയ മർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം നേരെ അങ്ങനെ പോകുന്ന നാരായണാലയത്തിൽ വരാം. അവിടെ വന്നിട്ട് നമ്മുടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം കാണാം. അതൊന്ന് കണ്ട് തൊഴുത് പിന്നെ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അതിനുശേഷം തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.